മഞ്ജു വന്നേ, വേഗം വാ. എന്താ? ഞാൻ നിന്നോട് പറയാറില്ലേ എവിടെന്തെങ്കിലും നല്ല പശുവും പാല് വേണമെന്ന്. നോക്കേ, വേഗം ചെന്ന് വെള്ളത്തിൽ പാൽ ഒഴിക്കണ ഒരു ഉപ്പി മേടിച്ചോട്ട് വാ. ഇതേ നിങ്ങൾക്ക് തരാനല്ല, ഈ ഫ്ലാറ്റിൽ പുതുതായി താമസിക്കാൻ വരുന്ന ഗോപാലകൃഷ്ണ സാറിന് കൊടുക്കാനാ. ഗോപാലകൃഷ്ണ സാറിന് പാക്കറ്റ് പാൽ ഇഷ്ടമല്ല. നോക്കേ, എന്താ ഗ്യാസ് തീർന്നെന്ന് വിളിച്ച് പറഞ്ഞപ്പോഴേക്ക് സിലിണ്ടർ എത്തി. ഇതേ ഗോപാലകൃഷ്ണ സാർ 6 മാസം മുമ്പ് ബുക്ക് ചെയ്തതാ. രാവിലെ 6 മണിക്ക് ഇടേണ്ട പത്രം വൈകുന്നേരം 6 മണി കഴിഞ്ഞാലും കൊണ്ടുവരാത്ത തനിക്ക് ഇന്ന് എന്ത് പറ്റടോ? 2 മാസത്തെ കുടിശ്ശിക ഇനിയും തരാത്ത നിങ്ങൾക്ക് ഇന്നത്തെ പത്രം നാളെ വായിച്ചാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതേ ഇവിടെ വരാൻ പോണ ഗോപാലകൃഷ്ണ സാറിനുള്ളതാ. 4 മാസത്തെ കാശേ 6 മാസത്തിന് മുമ്പേ ഞങ്ങൾക്ക് അയച്ചതാ. ടെലിഫോൺ കേടായിന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഒരാഴ്ച ആയല്ലോ, എന്നിട്ട് ഇപ്പോഴാണോ വരുന്നേ? വന്നേ, നിങ്ങളുടെ പരാതി കേട്ട് വന്നതല്ല. ഇതേ ഗോപാലകൃഷ്ണൻ സാറിന് പുതിയ കണക്ഷൻ കൊടുക്കാൻ വന്നതാ. ഗോപാലകൃഷ്ണനോ? ഓ, ഇവനായിരുന്നോ ഗോപാലകൃഷ്ണൻ? ഗുഡ് മോർണിംഗ്. വരൂ. താങ്ക് യു. എന്താ? ഞാൻ ഗോപാലകൃഷ്ണൻ, അടുത്ത വീട്ടില് പുതുതായി താമസിക്കാൻ വന്ന ആളാ. പായസം? പായസ വിൽപ്പനയാണോ ജോലി? അല്ല, എന്റെ ഒരു സന്തോഷത്തിന്. ഇരിക്കൂ. വേണ്ട, ഞാൻ ഇരുന്നോളാം. സാറിന് കുട്ടികളൊന്നുമില്ലല്ലേ? അല്ല, സാറിന്റെ എത്രയും വലിയ പ്രായം അനുസരിച്ച് നോക്കുമ്പോ കോളേജ് പഠിക്കാനുള്ള കുട്ടികളെങ്കിലും കാണണം. സമയം വെച്ച് നോക്കിയാ അവരിപ്പോ പോവാനുള്ള തിരക്കിലായിരിക്കും. പക്ഷെ അതൊന്നും കണ്ടില്ല. ഞാൻ ഗോപാലകൃഷ്ണൻ, പുതിയ ന്യൂ നെയ്ബറാ. അല്ല, ചേച്ചിയുടെ പ്രായം വെച്ച് നോക്കുമ്പോ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാവാനാണ് സാധ്യത. പക്ഷെ അങ്ങനെ ആണെങ്കിൽ തന്നെ അവരെ യാത്ര അയക്കുന്ന തിരക്കിലായിരിക്കണമല്ലോ ചേച്ചി. അല്ലേ ചേച്ചി? ഇനി അതുമല്ല, കൊച്ചു കുട്ടികളുള്ള വീടാണെങ്കിൽ ഈ പെൻസിൽ കൊണ്ടോ കരിക്കട്ടോ കൊണ്ടൊക്കെ ചുമര് കംപ്ലീറ്റ് വൃത്തിയേടാക്കിയാനെ. അതും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, സാറിന് കുട്ടികളില്ലേ എന്ന്. അയ്യോ, പായസം ഞാൻ മറന്നു. ചേച്ചിക്ക് മധുരം എങ്ങനെയാ? പിന്നെ എനിക്ക് കുട്ടികൾ ഉണ്ടാകുവോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യും. അതെന്റെ ഇഷ്ടം. നീ പോർത്ത്. അല്ല, എന്റെ കപ്പ്. ഓ, ഇതെന്താ വേൾഡ് കപ്പാ? എന്നാ ഞാൻ പൊക്കോട്ടെ? വേണ്ട, ഞാൻ പോവാം. വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം. അവന്റെ ഒരു പായസം. അപ്പൊ 5 സ്റ്റാർ ഹോട്ടലിലെ കുക്കാണ് ഗോപാലകൃഷ്ണൻ അല്ലേ? അതെ. പക്ഷേ കണ്ടാൽ അങ്ങനെ തോന്നില്ല. സപ്ലയർ ആണെന്നേ പറയൂ. മോളു, come here. നല്ല അനുസരണമുള്ള കുട്ടി. പിന്നെ നീ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ ഒരു ജോലിക്കാരന്റെ കാര്യം? ഇനി അതിന്റെ ആവശ്യമില്ല. ഞാനതല്ലോ, അയൽപക്കത്തെ നെയ്ബറാ. ഈ കൃഷ്ണൻ വെറും കൃഷ്ണൻ അല്ലാട്ടോ, ഗോപാലകൃഷ്ണൻ. പേരിലെന്തിരിക്കുന്നോടോ? ഈ ഗോപാലൻ വെറും ഗോപാലൻ അല്ലാട്ടോ, ഗോപാലകൃഷ്ണൻ. എന്ത് പണ്ടാരെങ്കിലും ആവട്ടടോ. ഇനിയിപ്പോ ഗോപാലകൃഷ്ണൻ മാറ്റി അമിതാഭ് ബച്ചൻ ഇട്ടാലോ? നീ ഹോട്ടലിൽ പണിക്കാരൻ തന്നെയല്ലേ? പൊറാട്ട ഡിപ്ലേറ്റുകൾ. അത് ചേച്ചി, വെറും ഹോട്ടലല്ല, 5 സ്റ്റാർ ഹോട്ടലാ. പിന്നെ ഈ കാറ്ററിംഗിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ട്. പിന്നെ കോണ്ടിനെന്റൽ ഫുഡ് മേക്കിംഗ് സ്പെഷ്യലിസ്റ്റ് ഞാൻ. പാചകം പഠിപ്പിക്കാനും പ്രത്യേക സ്ഥലങ്ങളുണ്ടെന്നോ? പാചകം മാത്രമല്ല, പ്ലേറ്റ്, സ്പൂണ്, ഫോർക്ക്. ഫോർക്കല്ല, ഫോർക്ക്, മുള്ള, ഇതൊക്കെ സെറ്റ് ചെയ്യാ. ഭക്ഷണം കഴിക്കാൻ വരുന്നവരുടെ മുമ്പിൽ ഗ്ലാസ്സിൽ എങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്ന് തുടങ്ങി കട്ടിലിൽ എങ്ങനെ നമ്മൾ ഷീറ്റ് വിരിക്കണം എന്ന് വരെ പഠിക്കണം. ഒക്കെ സാഹിബിനെ കണ്ടുകൊടുത്താ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് സത്യം പറഞ്ഞാൽ ഒറ്റത്തടിയാ. അപ്പൊ ഗോപാലകൃഷ്ണൻ ജോലിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ മാത്രം ഇവിടെ വരുമല്ലേ? എനിക്കങ്ങനെ എപ്പോഴും ജോലിക്കൊണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വല്ലപ്പോഴും സൂപ്പർവൈസ് ചെയ്യാൻ ചെല്ല. മിക്കവാറും സമയങ്ങളിൽ ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. എവിടെ ഗോപാലകൃഷ്ണന്റെ വീട്? എറണാകുളോ? എന്റെ കർത്താവേ, അതെന്റെ സൂസിയുടെ നാടല്ലയോ? സൂസിയോ? അതാരാ സാർ? എന്റെ വോയിഫ്. ആഹാ,
ഡാർലിംഗ് എപ്പോഴും പറയും അച്ചായോ കഴിക്കുവാണെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിലെ പായസം കഴിക്കണമെന്ന്. സാറിന്റെ വൈഫ് 5 സ്റ്റാർ ഹോട്ടലിലാണോ വർക്ക് ചെയ്യുന്നത്? എടോ അവള് സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് പോലെ ഒരു 5 സ്റ്റാറില, ലഞ്ച് മറ്റൊരു 5 സ്റ്റാറിൽ, ഡിന്നർ ഒരു 5 സ്റ്റാറിൽ. എന്തിനാ അവള് രാത്രി ഉറങ്ങാൻ പോകുന്നത് പോലെ ഏതെങ്കിലും ഒരു 5 സ്റ്റാറിലാ? അപ്പൊ സാറിന് ജോലി? എനിക്ക് എന്നാത്തിനാടോ ജോലി? അവളങ്ങ് ഫോറിനില്ലല്ലോ. ഐ എം ഗോപാലകൃഷ്ണൻ. 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 യു ഗോ മാൻ. അകത്തിരിക്കേണ്ടത് പുറത്തും പുറത്തിരിക്കേണ്ടത് അകത്തും. ഓരോ യോഗേ. ഇവിടുത്തെ പങ്ക് നീ കുടിച്ചോ. ഗുഡ് മോർണിംഗ് സാർ. ആ ഇതാര്? ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. സുഖല്ലേ? കുഴപ്പമില്ല സാർ. സാറിനെ കാണാൻ വേണ്ടി ഞങ്ങൾ വീട്ടിൽ വന്നിരുന്നു. അപ്പൊ അമ്പലത്തിലേക്ക് പോന്നു അറിഞ്ഞു. എന്താ കാര്യം? എന്റെ സുഹൃത്താ. ഓ. നമസ്കാരം. ആ ശിവരാമ സാറിനെ കൊണ്ട് അവനൊരു കാര്യം സാധിക്കാനുണ്ടായിരുന്നു. എനിക്ക് ആളെ അറിയാമെന്നല്ലാതെ നേരിട്ട് പരിചയമില്ല. സാർ ഒരു ലെറ്റർ തരികയാണെങ്കിൽ. അയ്യോ, ഞാനും നിന്നെ വീട്ടിൽ പോവില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ആ ജിമ്മ് വിജയനെ വിളിച്ച് പറയാം. ഹലോ. ആ അതെ, നമ്മുടെ 2 കക്ഷികൾ ഇപ്പൊ അങ്ങോട്ട് വരും. അവർക്ക് ഓവർസീർ ശിവരാമനെ കണ്ട് എന്തോ കാര്യം സാധിക്കണമെന്ന്. ഞാൻ ഓഫീസിൽ വെച്ചപ്പോ അങ്ങേര് ഫീൽഡിലാണെന്ന് പറഞ്ഞു. താൻ അവർക്കൊരു കത്ത് കൊടുത്തു വിടണം. ഞാനിപ്പോ കത്തെഴുതാവുന്ന സാഹചര്യത്തിലല്ല. അതെന്ത് പറ്റി? അമ്പലത്തിലേക്ക് വരുമ്പോ ആരെങ്കിലും ലെറ്റർ പാടും കൊണ്ട് വരുവോളൂ. അമ്പലത്തിലാണല്ലേ? മനസ്സിലായി മനസ്സിലായി. പുത്രഭാഗ്യത്തിന് ക്ഷേത്ര ദർശനം. അതിലും നല്ലത് വല്ല ആശ്രമത്തിലും പോയി ഭജന വരുന്നൂടെ? ആ താനയച്ച ആൾക്കാരാ തോന്നുന്നു. 2 പേര് വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. ഞങ്ങൾ രാമേഷ് സാർ പറഞ്ഞിട്ട് വരുന്നത്. രാമേഷ് ഇപ്പൊ ഫോൺ ചെയ്യുകയുള്ളൂ. ശിവരാമന് കൊടുക്കാൻ വേണ്ടി ഒരു ലെറ്റർ വേണം അല്ലേ? അതെ സാർ. ഓ, ഈ ശിവരാമനെ താൻ നിയമം പഠിപ്പിക്കണ്ട കേട്ടാ. 4 ഇഞ്ച് GE മെറ്റൽ പൈപ്പിന്റെ സ്ഥാനത്ത് ഈ 2 ഇഞ്ച് PVC ഇട്ട് ഞാൻ സർട്ടിഫൈ ചെയ്യുന്നു വിചാരിച്ചോ? അങ്ങനെ സർക്കാരിനെ പറ്റി എന്നെ നോക്കണ്ട. നോക്കി നിൽക്കാതെ കൊടുക്കണു സാർ. സാർ 4 5 എന്താടോ ഒരു ഓവർ ഷെയർ ഇത്ര ചീപ്പായി പോയ 5 ശരി മുഴുവൻ കൊടുക്കണു. കാര്യം സാധിക്കണ്ടേ? സാർ എന്താണോടോ ഇപ്പൊ ഓവർ ഷെയർ ചീപ്പല്ല. ഞാൻ രാവിലെ ഓഫീസിൽ വന്നേരെ. സാർ പൈപ്പ് പൈപ്പ് ഏതിട്ടാൽ എന്താണോ? നിങ്ങൾക്ക് വെള്ളം കിട്ടിയാ അത് പോലെ. മതി. കൈക്കൂലി കൃത്യം കണക്ക് പറഞ്ഞു വാങ്ങിച്ചാ പിന്നെ പുള്ളിയുടെ ഒരേ ഒരു ലക്ഷ്യം തണ്ണിയാ. ഗുഡ് ഈവനിങ് സാർ. 5 മണിക്ക് ശേഷം ഞാൻ ഓഫീസ് കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല. നാളെ 11 മണിക്ക് ഓഫീസിൽ വരും. ഇത് വിജയൻ സാർ വന്നു കേട്ടോ സാർ. വിജയൻ സാറോ? അതെ. അല്ല ഇതിലിപ്പോ ഞാനെന്താ ചെയ്യേണ്ടത്? നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കാം സാർ. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് സാർ. അതെയാ? ഒരു ഡ്രൈവറെ, എനിക്ക് അത്യാവശ്യം ജോലിയുണ്ട്, നീ പോയിക്കോ. ഇരുന്ന് സംസാരിക്കാൻ പറ്റിയ സ്ഥലം ഇത് തന്നെയാ. എന്താ എടാ, എന്നെ എങ്ങോട്ടാണോ തട്ടിക്കൊണ്ട് പോണത്? എനിക്കിപ്പോ എന്റെ വീട്ടിൽ പോണം. കേറി വാ. ഒരു സാധനം തരട്ടെ? ഫോറിൻ ഇടട്ടെ? ഇതുവരെ കഴിഞ്ഞില്ലേ? എന്താണിത്? എന്താ നിനക്കറിയില്ല അല്ലേ? ഒരു സാധനം മേടിച്ച് വീട്ടിൽ വെക്കാൻ പറ്റില്ലല്ലോ. ഭാര്യ അകന്നിരിക്കുന്ന ഒരുത്തന്റെ പ്രയാസം അയക്കറിയില്ലല്ലോ. ഒന്നിനെയും വിശ്വസിക്കാൻ ഓ, പറ്റില്ല. ക്ലബിൽ പോവാൻ സമയായി. അച്ഛൻ വന്നതാ. അച്ഛൻ കഥ കളിക്കട്ടെ. എന്തിനാ അച്ഛനോട് വഴക്കുണ്ടാക്കിയേ? അച്ഛനോ? ആരുടെ അച്ഛനടി? മെല്ലിപ്പോയ വൃത്തികെട്ടനെ പറ്റി. ഭാര്യ അന്യനാട്ടിൽ കിടന്ന് നാണല്ലോ കുട്ടിയുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ പറയാൻ. ഭാര്യ അന്യനാട്ടിൽ കിടന്ന് എങ്ങനെയോ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് കൊണ്ട്
ഷൈൻ ചെയ്ത് നടക്കുന്ന ചെറ്റ. എടി ആണുങ്ങളെ എന്നെപ്പോലെ അന്തസ്സായിട്ട് നടക്കണം. അയാളെങ്ങനെയാ? എന്താ ജോലി എന്ന് ചോദിച്ചാ എനിക്ക് എന്തോന്നിനാ ജോലി? അവളൊന്ന് പുറത്തല്ലയോ? ഒന്ന് നിർത്തുന്നുണ്ടോ? അടുത്ത വീട്ടിലെ കാളുള്ളതാ. രാവിലെ ജോലിക്ക് പോകുമ്പോ എന്ത് മാന്യനാ ആ ശിവരാമൻ സാറ്. സന്ധ്യയായ 4 കാലേ വന്ന് കേറും. സുമതയുടെ ഒരു ഗതികേട്. ചേട്ടനൊന്ന് ഉപദേശിച്ചൂടെ? എന്നിട്ട് വേണം അയാളുടെ വായിരിക്കുന്ന തെറി ഞാൻ കേൾക്കാൻ. ഇതൊക്കെ സ്വയം തീരുമാനിക്കേണ്ട കാര്യങ്ങളാ. അവസാനം സഹിയായിട്ട് അവളെന്തേലും അക്രമം കാണിക്കുമെന്ന് എനിക്ക് പേടി. ആ ഇതെന്താ ആളെ കാണാത്തേന്ന് വിചാരിച്ചിരിക്കാതെ വായിരിക്കും. സത്യം പറയാലോ, ആനന്ദം വരുമ്പോ മാത്രം ഇവിടെ TV ഓൺ ചെയ്യാറ്. ആ മിസ്റ്റർ തിരുപ്പതി വന്നില്ലല്ലേ? കുറെ നാളായി കണ്ടിട്ട്. അതെങ്ങനെയാ? രാത്രി 12 മണിയെങ്കിലും ആവില്ലേ പുള്ളിക്കാരൻ വരാൻ? രാവിലെ 5 മണിക്ക് പോവുകയും ചെയ്യും. അല്ലേ ആനന്ദം? കുറെ നാളായി ഞാനും ചോദിക്കണമെന്ന് കരുതിയതാ, എന്തിനാ പുള്ളിക്കാരൻ ഇത്രയും ദൂരെ പോയി കച്ചവടം ചെയ്യണമെന്ന്. അതൊരു വാശിക്ക് വേണ്ടിയാ. എന്ത് വാശി? ചേട്ടന്റെ മൂത്തവരായി 4 ആണുങ്ങളാ ഉള്ളത്. എല്ലാവർക്കും കൂടി ഒരു പലചരക്കട ഉണ്ടായിരുന്നു. ചേട്ടന്റെ അച്ഛന്റെ മരണശേഷം സ്വത്തിന് വേണ്ടി തല്ലു തുടങ്ങി. ആരും വിട്ടുകൊടുത്തില്ല. അവസാനം ആ കട 5ആയിട്ട് ഭാഗിച്ച് ഓരോരുത്തരും ഓരോ ഭാഗത്ത് കച്ചവടം തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അങ്ങേർക്ക് എപ്പോഴെങ്കിലും വരികയും പോവുകയും ചെയ്യാലോ. പക്ഷെ ചേട്ടാനിമാരുടെ തർക്കം ഇതുവരെ മാറിയിട്ടില്ല. ആരാണോ ആദ്യം കട തുറക്കുന്നത് അവസാനം കടയടിക്കുന്നതിനുള്ള മത്സരത്തിലാണ് അവരിപ്പോഴും. ആ എനിക്ക് ഇതിൽ വലിയ താല്പര്യമൊന്നുമില്ല. നിങ്ങൾ കാണും. ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുന്ന കണ്ട സത്യം പറഞ്ഞ സഹിക്കില്ല. അങ്ങേർക്ക് അത്രയും പ്രായമൊന്നും ആയില്ലല്ലോ. ഈ ഭസ്മക്കുറിയും പാണ്ടിക്കെട്ടും ഒക്കെ ഒന്ന് മാറ്റാൻ നിനക്ക് പറഞ്ഞൂടെ? ഈ പിശുക്കൊക്കെ കളഞ്ഞ് മറ്റുള്ളവരെ പോലെ മോഡേൺ ആയിട്ട് ജീവിക്കാൻ നിനക്കും ആഗ്രഹമില്ല. അറ്റ്ലീസ്റ്റ് ഒരു TV എങ്കിലും മേടിച്ചു തരാൻ പറഞ്ഞൂടെ നിനക്ക്? ഓട്ടോറിക്ഷക്കാരന് പോലും കാശ് കൊടുക്കാത്ത ആളാണ് ഇനി TV വാങ്ങാൻ പോണത്. സാറേ സ്ഥലമായി. സാറേ പൈസ. ആ Ugh.